ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എടുത്ത് വിമർശിക്കുന്ന കാര്യം കിച്ചുവിനെ കുറിച്ച്, അതായത് നമ്മുടെ സുധിയുടെ മകനായ കിച്ചുവിൻ്റെ കാര്യം. കിച്ചു തികഞ്ഞ മദ്യപാനിയായിരുന്നുവെന്നും മദ്യം കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നെന്നും അതിൻ്റെ പേരിൽ കേസ് ഉണ്ടായെന്നും അതിനുശേഷം കിച്ചുവിനെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത് കൊണ്ടുവന്നത് നമ്മുടെ രേണുവിൻ്റെ ഫാദറായ തങ്കച്ചനാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം കിച്ചുവിനെ ഇവർക്കെതിരെ ഒന്നും ഇവിടെ പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. ശരിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കുട്ടിയെപ്പറ്റി പറയുമ്പോൾ ശരിക്കും ഒരു അതിനെതിരെ ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടിക്ക് അത് മാനസിക പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം അവൻ വളർന്നു വരുന്ന പ്രായം എന്ന് പറയുന്നത് അങ്ങനത്തെയാണ്, അല്ലേ? ടീനേജ് പ്രായം കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുന്ന പ്രായമാണ്. ഈ പ്രായത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനും അമ്മയും ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് വിഷമങ്ങൾ അവരുടെ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നുണ്ടാകാം. പ്രത്യേകിച്ച് ഈ ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ പെൺകുട്ടികളെ പോലല്ലോ ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവൻ ഒരുപാട്, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സമൂഹത്തിൽ ഡീസൻ്റായിട്ട് സ്വഭാവം കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പം കിച്ചുവിനെ സംബന്ധിച്ച് കിച്ചുവിൻ്റെ സ്വന്തം ഫാദറായ സുധിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സുധിയും രേണുവും കടം മേടിച്ച കാര്യങ്ങൾ, സുധി ഒരുപാട് പേരോട് പൈസ കടം മേടിച്ചെന്നും ആ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ അതിനെതിരെ സുധിയുടെ വായിൽ നിന്ന് ഓരോ വൃത്തികെട്ട സംസാരമൊക്കെ വന്നതിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. രേണു ആയാലും സുധിക്കെതിരെ തിരിയുന്നതും, അതുപോലെ തന്നെ രേണുവും ഓരോ പൈസ ചോദിക്കുമ്പോൾ ഓരോ സോപ്പ് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് പൈസ ചോദിക്കുകയും പിന്നെ തിരിച്ചു ചോദിക്കുമ്പോൾ വായിൽ നിന്ന് ഉടായിപ്പ് സംസാരം ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ പൈസ ചോദിച്ചപ്പോഴേക്കും രേണു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സെലിബ്രിറ്റി ആണെന്നും പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് തല വെച്ച് കൊടുത്തതെന്നാണ് സുധിക്കെതിരെ തിരിയുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കിച്ചു എന്ന് പറഞ്ഞ കുട്ടിയുടെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് അമ്മയും അപ്പനും ഇല്ല. അമ്മ ഒരു തരത്തിൽ അങ്ങനെ വേറെ ആളുടെ പോയി ജീവിച്ച് അതിനുശേഷം അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. പിന്നെ ഇവിടെ ഇപ്പം സുധി എന്ന് പറഞ്ഞ വ്യക്തി കാണിക്കുന്ന, അതായത് അയാൾ ഒരു തികഞ്ഞ മദ്യപാനി തന്നെ ആയിരുന്നു എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സുധി ഉണ്ടാക്കിയ പൈസ മൊത്തം എവിടെ പോയി, എങ്ങനെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു ഉത്തരമേ ഉള്ളൂ, അവരുടെ ജീവിതത്തിൽ അവർ ഭയങ്കര ലാവിഷ് ലൈഫായിട്ട് ജീവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ രേണുവിൻ്റെ ഫാമിലിയിൽ വേറെ വരുമാന മാർഗ്ഗം ഒന്നും ഇല്ലാത്ത ഒരു ഫാമിലി ആയിരുന്നെന്നും അവർ അച്ഛനും അമ്മയ്ക്കും വയ്യാത്ത ആളായിരുന്നു ഒക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സുധിയുടെ വരുമാനം കൊണ്ടാണ് ഇവരെല്ലാവരും ജീവിച്ചു പോകുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ സുധിയുടെ ആബ്സെൻസിൽ തീർച്ചയായിട്ടും അവിടെ വരുമാനം ആർക്കും ഇല്ലാത്ത ഒരു അവസരത്തിലാണ് രേണു പോയി ജോലി ചെയ്യുന്നതെന്നും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കിച്ചു എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടിയെ, അവൻ്റെ യഥാർത്ഥ പേര് രാഹുൽ എന്നാണ്, അവനെ നമ്മൾ സോഷ്യൽ മീഡിയ ഇട്ട് വലിച്ചു കയറേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാരണം അവൻ ചിലപ്പോൾ അറിയാതെ അവൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിരിക്കാം. കൂട്ടുകാർക്കൊപ്പം നടന്ന തെറ്റുകൾ വരാം. കാരണം അവന് നല്ല, അതായത് പക്വതയും പാകതയും ഒക്കെ അടങ്ങിയ ഒരു അമ്മയില്ലാത്ത ഒരു അവസ്ഥയാണ്. പിന്നെ അപ്പനാണെങ്കിൽ ഇങ്ങനെ പരിപാടിക്കൊക്കെ പോയി അതിനുശേഷം കള്ളും കുടിച്ച് വേറൊരു കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുന്ന ഒരവസരത്തിൽ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. അവനെ ഒന്ന് ഗൈഡൻസ് കൊടുക്കാനോ ഒന്നും ചിലപ്പോൾ നമ്മൾ ഒരു കുട്ടിയെ ഒരുപാട് സ്നേഹിച്ച് ലാളിക്കുന്നതിൽ അർത്ഥമില്ല. കുട്ടിയെ പ്രോപ്പറായിട്ട് സമയാസമയങ്ങളിൽ ഗൈഡൻസ് കൊടുത്ത് വളർത്തുക എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും കടമ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം കിച്ചുവിനെ വളർത്തിയ ഒരു പോറ്റമ്മ അവരുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ അവർ പറയുന്നത് എന്താണ്, സുധി ജീവിച്ചത് കിച്ചുവിന് വേണ്ടി മാത്രമാണെന്നും കിച്ചു എന്ത് ചോദിച്ചാലും സുധി വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ സുധി യഥാർത്ഥത്തിൽ കിച്ചുവിനെ വളർത്തിയത് നല്ല രീതിയിൽ ആയിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം സ്നേഹം വാരി വാരി കൊടുക്കുന്നുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ കൊച്ചിന് വേണ്ട ഓരോ പ്രായത്തിലുള്ള അതിന് വേണ്ട ഗൈഡൻസ് സുധി കൊടുക്കുവാൻ മറന്നു. പിന്നെ രേണുവിനെ സംബന്ധിച്ച് രേണു പ്രായം കുറഞ്ഞ വ്യക്തിയും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ രേണുവിന് അത്രയും പക്വത, അത്രയും പ്രായമുള്ള ഒരു കൊച്ചിനെ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യമായില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവന് തെറ്റുകൾ സംഭവിച്ചു. ആ തെറ്റ് സോഷ്യൽ മീഡിയയിലിട്ട് എല്ലാവരും കൂടി അലക്കേണ്ട ആവശ്യമുണ്ടോ? പേഴ്സണലി അവനെ വിളിച്ചിട്ട് മോനെ ഇന്ന കാര്യമാണ് എന്ന് പറയണം. അല്ലാതെ സോഷ്യൽ മീഡിയ വന്ന് എല്ലാവരോടും കിടന്ന് കിച്ചുവിനെതിരെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക മോശമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രേ എനിക്ക് പറയാനുള്ളൂ.
പിന്നെ വേറൊരു കാര്യം പറയുക എന്നുള്ളത്, ഇപ്പോൾ ഈ ലോകത്തെ കിച്ചു എന്ന് പറഞ്ഞ കുട്ടി മാത്രമല്ല ഈ ലോകത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് 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 കുഞ്ഞുങ്ങൾ, നമ്മളറിയാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. പല പണികളെടുത്ത് ചെറുപ്രായത്തിൽ ശൈശവ ബാല്യകാലത്തിൽ പണിയെടുത്തും കൗമാരകാലത്തിൽ വല്ല ഹോട്ടലിൽ പോയി ജോലി ചെയ്തും ഒക്കെ പൈസ ഉണ്ടാക്കി പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവരെ മാത്രമല്ല പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ മറ്റുള്ള കുട്ടികളെയും പരിഗണിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതിപ്പോൾ സുധി അത്രയും ഫേമസ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇവരുടെ കാര്യമൊക്കെ എടുത്ത് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. സാധാരണ എത്രയോ കുട്ടികളുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ. സഹോദരങ്ങളെ നോക്കി കുഞ്ഞുങ്ങളെ നോക്കി ജോലി ചെയ്ത് രാത്രിയിൽ ജോലിക്ക് പോയി പകല് പഠിച്ച് ജീവിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഫ്ലവേഴ്സുകാരുടെ ഹെൽപ്പുണ്ട്, പഠിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്, അവരുടെ വീട്ടുകാരുടെ സഹായമുണ്ട്. എല്ലാം കൊണ്ടും അവർ ലക്കിയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ കിച്ചുവിനെ നമ്മൾ സോഷ്യൽ മീഡിയ ഇട്ട് അലക്കേണ്ട ആവശ്യമില്ല, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി ഇങ്ങനെ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ മോൻ ട്രൈ ചെയ്യുക എന്ന് മാത്രം പറയാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക.